എൻ്റെ അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കും. മര്യാദയ്ക്കൊന്നും തിന്നാണ്ട്, മര്യാദയ്ക്കൊന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ച് വെക്കും. എന്നിട്ടോ നിങ്ങൾ 5 ലക്ഷം ഉറുപ്പിയുണ്ട് എൻ്റെ അക്കൗണ്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ പിള്ളേർക്ക് മൂക്കിൽ വലിക്കാനില്ല. അത് നാട്ടിലൊരു ചൊല്ലില്ലേ, ഉറുമ്പ് അരിച്ചു കൊണ്ടുവച്ചത് കാക്കക്ക് ഒരു കോരലിനെ ഉള്ളൂ. പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം ഇരുട്ടിന്നൊരു രക്ഷിതാവ് പറയാ എന്നോട്, മോൻ ചോദിക്കുക, ലുലു മാളിൽ ടൂർ പോയിക്കോട്ടെ, ആയിക്കോട്ടെ, എത്ര പൈസ വേണ്ട? 1 ലക്ഷം ഉറുപ്പ്യ. 1 ലക്ഷം ഉറുപ്പ്യ ടൂർ പോയാൽ 1 ലക്ഷം ഉറുപ്പ്യ ഇല്ലാണ്ട് ആടെ പോയിട്ട് എന്തെന്ന് വാങ്ങാനാണ്? പിള്ളേർക്ക് ഇതൊന്നും വലിയ പൈസയല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചെലവാക്കാതെ വെച്ചിട്ട് വെറുതെ ജന്മം നശിപ്പിക്കല്ല. അടുത്ത ജന്മത്തിൽ സുഖമായിട്ട് അയക്കൂറിയും ആഗോലിയും കൂട്ടി ചോറ് തിന്നാ ഇപ്പൊ ആനക്ക് മതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും. ഇതുവരെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു, കഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു ഭാഗ്യം നിങ്ങൾ നോക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ശപിക്കേണ്ട. നമ്മൾ ഭാഗ്യവാന്മാരാ. നമുക്ക് പഴയ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രാമീണതയുടെ ആ തോട്ടില് തോർത്തിട്ട് മീൻ പിടിച്ച് പരൽമീന് പിടിച്ച ആ അനുഭവം നമുക്കില്ലേ? വെള്ളം പാളയിൽ വെള്ളം വലിച്ചിട്ട് നെല്ലിക്ക ചവച്ചിട്ട് കയ്യിൽ ഒഴിച്ചു തരുമ്പം കുടിക്കുമ്പോ ആ നെല്ലിക്കയുടെ മധുരം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? അതും ആസ്വദിക്കാൻ പറ്റി. ആധുനിക ടെക്നോളജിയുടെ സുഖങ്ങളും ആസ്വദിക്കാൻ പറ്റി. ബിരിയാണി തിന്നാൻ പറ്റി, നല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റി, നമുക്ക് നല്ല സുഖം AC റൂമിൽ കിടക്കാൻ പറ്റി, നല്ല വാഹനങ്ങൾ കാണാൻ പറ്റി. നമ്മൾ രണ്ടും അനുഭവിച്ചവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും രണ്ടും അനുഭവിച്ച ഭാഗ്യവാന്മാരാ നമ്മൾ. നമ്മുടെ അച്ഛനമ്മമാർക്ക് പുതിയതിൻ്റെ സൗന്ദര്യവും പുതിയതിൻ്റെ സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല. അവർ നടന്നിട്ടാ പോയേ. അവർക്ക് മര്യാദയ്ക്ക് ചെരുപ്പുണ്ടായിരുന്നില്ല. അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുമായിട്ട് അവർ മരിച്ചുപോയത്. മരിക്കാത്തവരുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. എന്നാൽ നമ്മുടെ പ്രപിതാമഹന്മാർക്ക് ആധുനികതയുടെ സൗകര്യം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ രണ്ടും കണ്ടവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് ഇതുവരെയില്ല ആ ജീവിതം സാർത്ഥകമാണ്. ഇനിയും സാർത്ഥകമാക്കണമെങ്കിൽ ഈ മത്തി അയിലയും മാത്രമല്ല, നല്ല മീനുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല യാത്രകൾ പോകണം. യാത്ര പോകാൻ എന്തിനാ? ആരുടെ സഹായം? പൈസ അട്ടിവെക്കണ്ട. കിട്ടിയ ചാൻസിന് ഒന്ന് മൈസൂര് പോയിട്ട് വന്നൂടെ? പൈസ ഞാൻ തരാം, എന്നെ കൂട്ടി മൈസൂര് പോയിട്ട് വന്നൂടെ? ഒന്ന് തിരുവനന്തപുരം പോയിട്ട് വന്നൂടെ? ഒന്ന് എറണാകുളത്തേക്ക് വിമാനത്തിൽ മരിക്കുന്ന ഇടയ്ക്ക് ഈ ജന്മത്തിൽ വിമാനത്തിൽ കയറാണ്ട് പിന്നെ അടുത്ത ജന്മത്തിലേക്ക് കയറിയത്. മട്ടന്നൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഒന്ന് വിമാനത്തിൽ, തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിമാനത്തിൽ പോവാ. 2 മാസം മുമ്പേ ബുക്ക് ചെയ്താൽ 2000 ഉറുപ്പ്യക്ക് പോവാ. ആടെ പോയിട്ട് ഇങ്ങോട്ട് ട്രെയിനും വന്നൂടെ? വിമാനത്തിലൊന്ന് കയറിക്കൂടെ?